നെല്ലിക്ക കരിയിക്ക. നെല്ലിക്ക എന്നുള്ളത് പച്ചക്കറികളിൽ ഏറ്റവും ഔഷധ സമ്പൂർണവും ഇരുമ്പിന്റെ കലവറയുമായ ഒരു പച്ചക്കറി വിഭവമാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക കരിയിക്കാൻ നെല്ലിക്ക വേണം. ഇത് നന്നായി കഴുകി വെള്ളം പോയി എടുത്തു വച്ചിരിക്കുന്ന നെല്ലിക്കയാണ്. മൺപാത്രത്തിലാണ് നെല്ലിക്ക കരിയിക്കേണ്ടത്. അതിന് വേണ്ടതായ മറ്റു സാധനങ്ങൾ: 2 പച്ചക്കുരുമുളക്. പച്ചക്കുരുമുളക് കിട്ടിയില്ലെങ്കിൽ ഉണക്കക്കുരുമുളക് പൊടിച്ച് ചേർത്താലും മതി. അതുപോലെ 2 കുടം വെളുത്തുള്ളി. ഇത് നന്നായിട്ട് ചതച്ച് എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇത് നെല്ലിക്ക കരിയിക്കാൻ സാധാരണ കാന്താരി മുളകാണ് ആവശ്യം. ഇവിടെ ഈ ദുബായിൽ കാന്താരി മുളക് കിട്ടാത്തതുകൊണ്ട് ഏകദേശം 5-6 പച്ചമുളക് യൂസ് ചെയ്യുന്നു. നല്ല കറിവേപ്പില, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം. നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില, പച്ചമുളക്, 2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ ചേരുവകളെല്ലാം അതിനകത്ത് ചേർത്തു. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. നെല്ലിക്കയുടെ ലെവലിൽ എത്താൻ പാകത്തിന്, നെല്ലിക്ക നികന്ന് കിടക്കാൻ പാകത്തിന് ലെവലില്, ഒട്ടും കൂടാൻ പാടില്ല, ഒട്ടും കുറയാനും പാടില്ല. ആ നെല്ലിക്ക ഒന്ന് നികന്നു വരാൻ പാകത്തിന് ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു സ്പൂൺ വെച്ച് ഇത് ഇളക്കരുത്. കൈകൊണ്ട് ഈ മൺപാത്രം പതിയെ എടുത്ത് ഒന്ന് ഇളക്കി അതിന്റെ എല്ലാ സാധനങ്ങളും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൂടി വെച്ച് നന്നായിട്ട് തിള വരുന്നവരെ മൂടി വെക്കണം. നെല്ലിക്ക ശരിക്കും തിളച്ചു വന്നു. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു അലൂമിനിയം ഫോയിലെടുത്ത് 2ആയിട്ട് മടക്കി ഇത് ഈ പാത്രം ശരിക്കും കവർ ചെയ്ത് വെക്കുക. എയർടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കുക. 7 ദിവസം ഇതുപോലെ ഈ ഫോയിൽ പേപ്പർ മാറ്റി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന്, സ്പൂണോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. 7 ദിവസം കൈകൊണ്ട് ഇത് ഇളക്കി ഒരു അടപ്പ് വെച്ച് അടച്ച് തിളപ്പിച്ച് അങ്ങനെ 7 ദിവസം നമ്മൾ ഈ പ്രക്രിയ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് എയർടൈറ്റായിട്ട് മൂടി വയ്ക്കാം. കരിനെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഇതിൻ്റെ കവറ് മാറ്റി 5ാമത്തെ ദിവസമാണ് നമ്മൾ കരിനെല്ലിക്ക ഇട്ടിട്ട്. 5 ദിവസവും നമ്മൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കയ്യോ സ്പൂണോ ഒന്നും യൂസ് ചെയ്ത് ഈ കല്ലോ ഇതുപോലെ ഷേക്ക് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അതിനുശേഷം ഇത് തിളപ്പിക്കുക. തിളച്ച് വീണ്ടും നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് മൂടി വെക്കണം. 7ാം ദിവസം 8ാം ദിവസം നമുക്ക് ഇത് ഒലത്താൻ പാകത്തിന് റെഡിയായി വരും. 7 ദിവസം ഇത് തിളപ്പിച്ച് ഇളക്കി വെച്ച് കൈ തൊടാതെ, സ്പൂൺ തൊടാതെ ഇളക്കി വെച്ച് തിളപ്പിച്ച് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ മൂടി വെക്കുകയായിരുന്നു. 7ാം ദിവസമാണ് ഒലത്തിയെടുക്കണം. അതിനുവേണ്ടി 7ാം ദിവസം ആയപ്പോഴത്തേക്കും ഏകദേശം കരിനെല്ലിക്ക ഇതുപോലെ വന്നിട്ടുണ്ട്. ഒലത്തിയെടുക്കാം. പാൻ ചൂടായി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. ചെറു തീയിൽ കറിവേപ്പില, 1 കുടം വെളുത്തുള്ളി ചതച്ചത് ശരിക്കും വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് വെന്ത് വന്നു. പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നമ്മളിത് പച്ചക്കുരുമുളകൊക്കെ വെച്ചതാണ്. അധികം നമ്മൾ ഇനി അധികം കുരുമുളക് പൊടി ചേർക്കുന്നില്ല. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് ഇളക്കി കോരാം. കരിനെല്ലിക്ക വലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതും ഇരുമ്പിൻ്റെ അംശം ഏറ്റവും കൂടുതലും ഏറ്റവും വിറ്റാമിൻസ് കണ്ടൻസ് കൂടിയതുമായ നെല്ലിക്ക കൊണ്ട് നമ്മൾ ചെയ്തെടുത്ത് നെല്ലിക്ക കരിയിക്കുന്നത്.